ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് നിധിയ. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 20/8/2022 അത് ഞാൻ OET പഠിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചിമാർ ഇവിടെ വന്ന്, അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പം എനിക്കും ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതാണ്. ഞാൻ ആദ്യം സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിൽ എൻ്റെ അമ്മ മാതാവും ഈശോയും എന്നെ അനുഗ്രഹിച്ചതിനെ പറ്റിയിട്ടായിരുന്നു. ഇന്ന് ഞാൻ സാക്ഷ്യം പറയുന്നത് ന്യൂസിലാൻഡിൽ ചെന്നിട്ട് എൻ്റെ അമ്മ മാതാവും ഈശോയും എനിക്ക് ജോലി തന്നതിനെക്കുറിച്ചാണ്. ഞാൻ ഇവിടുന്ന് പോയത് ക്യാപ്പ് എന്നൊരു കോഴ്സ് ചെയ്യാനായിട്ടാണ്. ക്യാപ്പ് കോഴ്സ് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടും. എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവർക്കും രജിസ്ട്രേഷൻ കിട്ടിയിരുന്നു, എനിക്ക് മാത്രം കിട്ടിയിരുന്നില്ല. അപ്പോഴും ഞാൻ മാതാവിനോടും ഈശോയോടും കാശ്രൂപം മുറുകെ പിടിച്ചും ഉടമ്പടി തൈലം പുരട്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അമ്മ മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തന്നിരുന്നു. അതായത് ഒരു ബോർഡിൽ APC 13 എന്ന് എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു. അതിനു മുമ്പ് ഞാൻ അതുവഴി പോയപ്പോഴും അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിനുശേഷം ഞാൻ അതുവഴി പോയിട്ടും അങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് അന്ന് തൊട്ട് 13ാമത്തെ ദിവസമായപ്പോഴാണ് എൻ്റെ APC എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടാറുണ്ട്. അതിങ്ങനെ കൂടിക്കൊണ്ടിരുന്നപ്പോഴും എനിക്ക് ഒരു ഡേറ്റ് മാതാവ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു തിരമാല, വലിയൊരു തിരമാല ഇങ്ങനെ അടിച്ചു വരുന്നതായിട്ടും അതിൻ്റെ നടുക്ക് ഒരു 6 എന്നുള്ള ലെറ്റർ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ടുമാണ് കണ്ടത്. ഞാനങ്ങനെ 6 എന്നുള്ളത് എന്താണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നവംബർ 6 എന്നുള്ള ഡേറ്റ് ആണോ 6 എന്നുള്ള ദിവസമാണോ എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ദിവസമുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, 6 എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ആളുടെ പ്രാർത്ഥന ഈശോ കേട്ടിരിക്കുന്നു, അവർക്ക് അടയാളമായി മഴവില്ല് ആകാശത്ത് കാണിച്ചു തരുമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും വിശ്വാസത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ മഴവില്ല് അടയാളമായി കണ്ടു. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നു. ആദ്യം എനിക്ക് വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞിരുന്ന അതേ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടുകയും ആ ഡേറ്റ് വന്നത് നവംബർ 6 എന്നുള്ള ദിവസം തന്നെയാണ്. മാതാവ് എനിക്ക് കാണിച്ചു തന്ന ഡേറ്റും 6 എന്നുള്ളതായിരുന്നു. 6-ാം തീയതി എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടി. എനിക്ക് തന്നിരുന്ന സമയം 2 മണിക്കാണ്, ഉച്ചയ്ക്ക് 2 മണി. അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്, മാതാവേ, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയം 2:30 അല്ലേ, എനിക്ക് 2:30 ആകുമ്പോഴത്തേനും എൻ്റെ ഇൻ്റർവ്യൂ തുടങ്ങിയാൽ മതി. അതുമല്ല, ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഉടമ്പടി പത്രം കൊണ്ടുവരുന്നു. ഞാൻ അവിടെയെല്ലാം എല്ലാവർക്കും ഉടമ്പടി പത്രവും കൊടുത്തിരുന്നു. ലാസ്റ്റ് ഒരു പത്രം എൻ്റെ കയ്യിൽ തന്നെ വെച്ചിരുന്നു. അത് ഞാൻ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ പത്രം വെച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കറിയാം എൻ്റെ അമ്മ മാതാവ് എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി തരും. എവിടെയാണോ ജോലി തരുന്നത് അവിടെ ഞാൻ ഈ പത്രം കൊടുത്ത് സാക്ഷ്യം പറഞ്ഞിട്ടേ അവിടെ ഞാൻ കയറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ ആദ്യം ആ പത്രം അവിടെ കൊടുത്ത് എൻ്റെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ കയ്യിൽ പത്രം കൊടുത്തിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. ഞാൻ 2:30 എന്നുള്ള സമയവും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. 2 മണിക്ക് ഞാൻ കയറി. പക്ഷെ അന്നേരം എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരുന്ന ആൾക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിട്ട് 2:30 ആയപ്പോഴാണ് തിരിച്ച് വന്നിട്ട് എൻ്റെ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. അതായത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സെയിം സമയം തന്നെ. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. എനിക്ക് മെയിൽ വന്നു, ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. അങ്ങനെ എനിക്ക് അവിടെ ജോലി കിട്ടി. അത് എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേരും അവിടെ വന്നു ജോലി കിട്ടാതെ തിരിച്ചു പോന്നിരുന്നു. ആ സ്ഥാനത്താണ് മാതാവ് എനിക്കൊരു ജോലി എന്ന് അവിടെ അനുഗ്രഹിച്ചത്. ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഹോസ്പിറ്റലിൽ പോയി രോഗികളെ വിസിറ്റ് ചെയ്യുമായിരുന്നു. അവർക്ക് ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി പത്രം എല്ലായിടത്തും കൊണ്ട് കൊടുക്കുമായിരുന്നു. എന്നും അച്ഛന് ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുമായിരുന്നു. പിന്നെ ഉടമ്പടി ധ്യാനം എല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ കൂടുതലായും ചെയ്തുകൊണ്ടിരുന്ന കാരുണ്യ പ്രവൃത്തി. സങ്കീർത്തനങ്ങൾ 63:7-8 തിരുവചനങ്ങൾ. അവിടുന്ന് എൻ്റെ സഹായമാണ്, അങ്ങയുടെ ചിറകിന് കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലതുകരം എന്നെ താങ്ങി നിർത്തുന്നു. നിത്യ തോമസ് എന്ന ഈ മകൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി
സമയത്തിനുമേൽ തനിക്ക് അധികാരമുണ്ടെന്ന ലോകത്തോട് വെളിപ്പെടുത്തിയ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ മകൾക്ക് ലഭിച്ച ജീവിതാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പങ്കുവച്ച ഓരോ സാക്ഷ്യവും സമയവുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യത്തേത് 13 എന്ന ഒരു അക്കം കാണുന്നു. പിന്നീട് ഒരിക്കലും ആ പോകുന്ന വഴിയിൽ അത് കണ്ടിട്ടേയില്ല. ആ 13-ാം ദിവസം മകൾക്ക് ആദ്യത്തെ അനുഗ്രഹം അമ്മ മാതാവ് ഈശോയിലൂടെ നൽകുന്നു. രണ്ടാമത്തത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ 6 എന്ന ഒരക്കത്തെക്കുറിച്ചുള്ള പരാമർശം കേൾക്കുന്നു. അത് മകളെ സ്വപ്നത്തിൽ ഉയർന്ന തിരമാലയിൽ 6 എന്ന് കാണുന്നു. അത് 6-ാം തീയതിയാണോ 6 ദിവസമാണോ ഒന്നും അറിയാതെ മകളത് അമ്മ മാതാവ് നൽകിയ സന്ദേശമായി സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ദിവസം ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രോഗ്രാമിൽ അച്ഛൻ 6-ാം തീയതി പ്രാർത്ഥിക്കുന്ന മക്കളുടെ നിയോഗങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുവെന്നും അവർക്ക് ഒരു മഴവില്ല അമ്മയുടെ അടയാളമായി ലഭിക്കുമെന്നും പ്രാർത്ഥനയിൽ അറിയിക്കുന്നു. മകൾക്ക് അതുപോലെ തന്നെ മഴവില് ലഭിച്ച് ആ 6-ാം തീയതി മകൾ ആ ഇൻ്റർവ്യൂ പങ്കെടുത്ത് ജോലിയിൽ പ്രവേശിക്കുന്നു. അമ്മ മാതാവിൻ്റെ ഓരോ സന്ദേശത്തിനും ഉടമ്പടി നിയോഗവുമായി ബന്ധമുള്ളതാണ്. നമുക്ക് ഒരു സന്ദേശവും തോന്നലല്ല. കാരണം ഉടമ്പടിയിൽ നാം വിശ്വസ്തതയോടെ ജീവിക്കുന്നവരാണോ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ, നമ്മുടെ സമയത്തെ വിലമതിക്കുന്നത് കൊണ്ട് നാം അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഇത്തിരി സമയത്തിൽ ജീവിതത്തിൻ്റെ പല വിഷയങ്ങളെ ചേർത്ത് കൊടുക്കുമ്പോൾ കൃത്യമായ തെളിവോടും അടയാളത്തോടും കൂടി നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ നിരന്തരം സഹായിക്കുന്നതാണ് സമയത്തിന്മേൽ അധികാരമുള്ളത് കൊണ്ട്, സമയം കാണിച്ചുകൊണ്ട്. അത് തീയതിയാകാം, അത് ദിവസമാകാം, അത് സമയം പോലുമാകാം. മകൾ പറയുന്നുണ്ട്, ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ 2 മണിയാണ് അപ്പോയിൻറ്റ്മെൻറ്റ് ടൈം. അവിടെ ചെല്ലുമ്പോൾ മകളുടെ ഉള്ളിൽ അമ്മയോട് പറയുന്നുണ്ട്, അമ്മയുടെ പ്രത്യക്ഷീകരണ സമയം 2:30 അല്ലേ, അത് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. മകൾ പോലും അറിയാതെ അവിടെ 2 മണിക്ക് പ്രവേശിക്കുമ്പോൾ അവിചാരിതമായി വന്നൊരു ഫോൺ കോളിൽ ആ വ്യക്തി അവിടുന്ന് പുറത്തേക്ക് പോവുകയും 2:30 മണിക്ക് കൃത്യം ഇൻ്റർവ്യൂ ആരംഭിക്കുകയും ചെയ്യുന്നു. ഓരോന്നും ആവർത്തിച്ച് സമയത്തിനുമേൽ തനിക്ക് അധികാരമുണ്ടെന്ന്, ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ അനുഗ്രഹിച്ച് സഹായിക്കുമെന്ന് ഉടമ്പടി സമയത്തിൻ്റെ കൂടി സമയമാതാവിൻ്റെ കൂടി ജീവിതക്രമമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് മകളുടെ സാക്ഷ്യം. മകളുടെ ജീവിതഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ ജോലി കൊടുത്ത് സുരക്ഷിതമാക്കി മകളുടെ സമയ സന്ദേശങ്ങളെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.